നമസ്കാരം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒറ്റനോട്ടത്തിൽ കുറച്ച് സങ്കീർണമായി തോന്നാമെങ്കിലും സംഭവം വളരെ രസകരമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, എന്തിനേറെ നമ്മുടെ രാജ്യരക്ഷാ പ്രവർത്തനങ്ങൾ. ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാ വരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോ സംഭവം വളരെ സിമ്പിളാണ്. ഒരു രാജ്യത്തിന്റെ ബജറ്റിനെ നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു വലിയ പേഴ്സായിട്ട് സങ്കല്പിക്കാം. അതിലേക്ക് പണം വരുന്നുണ്ട്, അതിൽ നിന്ന് പണം പുറത്തേക്കും പോയുന്നുണ്ട്, അല്ലേ? ഒരു വീടിന്റെ കണക്ക് പോലെ തന്നെ. അപ്പൊ ശരി, നമുക്ക് ഈ വലിയ പേഴ്സ് ഒന്ന് തുറഞ്ഞു നോക്കാം. അതായത് ഒരു രാജ്യത്തിന്റെ ബജറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് വിശദമായി പരിശോധിക്കാം. ഈ പേഴ്സ് നിറയ്ക്കുന്ന പരിപാടിക്ക് ഒരു ഔദ്യോഗിക പേരുണ്ട്: വിഭവ സമാഹരണം, അല്ലെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷൻ. ഇത് വെറുതെ പണം പിരിക്കുന്ന ഒരു ഏർപ്പാടല്ല കേട്ടോ. രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാത്തരം വിഭവങ്ങളും, അത് പണമാവാം, മറ്റെന്തുമാവാം, അതെല്ലാം കണ്ടെത്തി ഒരുമിച്ചു കൂട്ടുന്ന ഒരു വലിയ പ്രോസസ്സാണിത്. ഓക്കെ, അപ്പോ ഈ വിഭവ സമാഹരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പണം തന്നെയാണല്ലോ. അപ്പോ ഈ പണം കൃത്യമായി എവിടെ നിന്നൊക്കെയാണ് സർക്കാരിന് കിട്ടുന്നത്? നമുക്ക് നോക്കാം. സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകളെ നമുക്ക് പ്രധാനമായി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ടാക്സ് റവന്യൂ, അതായത് നികുതി വരുമാനം. പിന്നെ നോൺ ടാക്സ് റവന്യൂ, അതായത് നികുതിയല്ലാത്ത വരുമാനം. ഫീസ്, പിഴ, സർക്കാർ കമ്പനികളിൽ നിന്നുള്ള ലാഭം, അങ്ങനെയൊക്കെ. ഇനി ഈ നികുതിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെയും രണ്ട് പ്രധാന തരംതിരിവുകളുണ്ട്: ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. എന്താ ഇതിന്റെ വ്യത്യാസം? വളരെ സിമ്പിളാണ്. നമ്മൾ സർക്കാരിലേക്ക് നേരിട്ട് അടയ്ക്കുന്ന ഇൻകം ടാക്സില്ലേ, അത് ഡയറക്റ്റ് ടാക്സാണ്. അതിന്റെ ഭാരം നമുക്ക് വേറൊരാളിലേക്ക് മാറ്റാൻ പറ്റില്ല. എന്നാൽ നമ്മളൊരു കടയിൽ പോയി ഒരു സോപ്പ് വാങ്ങുന്നു. അതിന്റെ വിലയിൽ ഒരു ടാക്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ടാക്സിന്റെ ഭാരം അവസാനം വരുന്നതാരാണോ ആ സോപ്പ് വാങ്ങുന്നത്, ആ ഉപഭോക്താവിന്റെ തലയിലാണ്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഏറ്റവും വലിയ, ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും അറിയാവുന്ന GST, അതായത് ചരക്ക് സേവന നികുതി. 2017 ഇത് ഇന്ത്യയിൽ വരുന്നത്. ഇന്ന് നമ്മൾ വാങ്ങുന്ന മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒറ്റ നികുതി എന്ന രീതിയിലേക്ക് ഇത് കാര്യങ്ങളെ മാറ്റി. വെറുതെ ഒരു പുതിയ നികുതി കൊണ്ടുവന്നതല്ല. GSTക്ക് പിന്നിൽ കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പണ്ടത്തെ പോലെ പലതരം ടാക്സുകൾക്ക് പകരം ഒരൊറ്റ ടാക്സ്. ടാക്സിന്റെ മുകളിൽ വീണ്ടും ടാക്സ് വരുന്ന ഒരവസ്ഥ ഒഴിവാക്കുക, നികുതി വെട്ടിപ്പ് കുറയ്ക്കുക, രാജ്യത്ത് മൊത്തത്തിൽ ഒരേപോലൊരു നികുതി സിസ്റ്റം കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോ സർക്കാരിന്റെ പേഴ്സിലേക്ക് പണം എങ്ങനെ വരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം: ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് സർക്കാർ ഇത് ചെലവഴിക്കുന്നത്? നമുക്ക് നോക്കാം. സർക്കാർ നടത്തുന്ന ഈ ചെലവുകളെയാണ് നമ്മൾ പൊതുച്ചെലവ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് പൊതുവായ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ളതാണ്. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള നല്ല ഭാവിക്കും വേണ്ടി. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും: വർഷം കഴിയുന്തോറും സർക്കാരിന്റെ ചെലവ് കൂടിക്കൂടി വരികയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ജനസംഖ്യ കൂടുന്നു, രാജ്യസുരക്ഷയുടെ ആവശ്യങ്ങൾ മാറുന്നു, പിന്നെ ഏറ്റവും പ്രധാനമായി ക്ഷേമരാഷ്ട്രം എന്ന ആശയം. അതായത് പൗരന്മാർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയായി മാറി. അപ്പൊ സ്വാഭാവികമായും ചെലവ് കൂടുമല്ലോ. വരുമാനം പോലെ തന്നെ ഈ ചെലവിനെയും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റവന്യൂ ചെലവ്, അതായത് ശമ്പളം, പെൻഷൻ, ഓഫീസുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള സ്ഥിരം ചെലവുകൾ. ഇതുകൊണ്ട് പുതിയ ആസ്തികളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗമാണ് മൂലധന ചെലവ്. ഇതാണ് ഏറ്റവും പ്രധാനം. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പണം. ഇത് രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെന്റാണ്. ഒരു രാജ്യം എത്രത്തോളം മൂലധന ചെലവിനായി പണം നീക്കിവെക്കുന്നു എന്നത് അതിന്റെ വളർച്ചയുടെ ഒരു പ്രധാന സൂചകമാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ബജറ്റിനെക്കുറിച്ചാണ്. പക്ഷേ ഈ വലിയ കണക്കുകൾ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ നഗരങ്ങളിലേക്ക് എത്തുന്നത്? ആ ഒരു കണക്ഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അവിടെയാണ് വികേന്ദ്രീകൃത ആസൂത്രണം അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന ആശയം വരുന്നത്. സംഭവം ഇത്രയുള്ളൂ: ഡൽഹിയിലോ തിരുവനന്തപുരത്തോ ഇരിക്കുന്ന ഒരാൾ തീരുമാനിക്കുന്നതിന് പകരം ഒരു ഗ്രാമത്തിന് എന്ന് വേണമെന്ന് ആ ഗ്രാമത്തിലുള്ളവർ തന്നെ തീരുമാനിക്കുന്നു. അധികാരം മുകളിൽ നിന്ന് താഴേക്ക് ജനങ്ങളിലേക്കെത്തുന്നു.
തീർച്ചയായും ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു മാറ്റമല്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് പഞ്ചവത്സര പദ്ധതികളൊക്കെയായി കേന്ദ്രീകൃതമായ ഒരു ആസൂത്രണ രീതിയായിരുന്നു നമുക്ക്. അവിടെ നിന്ന് പതിയെ പതിയെ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളിലൂടെ, പിന്നെ കേരളത്തിലാണെങ്കിൽ ജനകീയ ആസൂത്രണം പോലുള്ള വലിയ മുന്നേറ്റങ്ങളിലൂടെയുമൊക്കെയാണ് ഈ അധികാരം താഴെത്തട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. ഈ കാണുന്ന പിരമിഡ് പോലെയാണ് ഇതിന്റെ ഒരു ഘടന. ഏറ്റവും താഴെ ഗ്രാമങ്ങളിൽ നിന്ന് ആസൂത്രണം തുടങ്ങുന്നു. അവിടുത്തെ ആവശ്യങ്ങൾ ബ്ലോക്ക് തലത്തിലും പിന്നെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ചർച്ച ചെയ്ത് അവസാനം ദേശീയ തലത്തിലേക്ക് എത്തുന്നു. അതായത് താഴെ നിന്ന് മുകളിലേക്കാണ് പ്ലാനിംഗ് പോകുന്നത്. ഈ കാണുന്ന വലിയ പിരമിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഗ്രാമസഭകളാണ്. അവിടെയാണ് നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാർക്ക് നേരിട്ട് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. എന്റെ നാട്ടിൽ ഈ റോഡ് വേണം, ഇവിടെ ഒരു ലൈബ്രറി വേണം എന്നൊക്കെ പറയാനുള്ള വേദി. ശരിക്കും ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണിത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ വാർഡില് ബജറ്റ് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ആദ്യം പണം മുടക്കുക എന്ത് കാര്യത്തിനായിരിക്കും? നല്ല കുടിവെള്ളത്തിനാണോ? അതോ നല്ല റോഡുകൾക്കാണോ? അതോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കിനാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.